കിഡ്നി ശുദ്ധീകരിക്കാൻ വില കൂടിയ മരുന്നുകൾ ആവശ്യമാണോ? അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള ചില ലളിതമായ ഇൻഗ്രീഡിയൻസ് നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ? ഇന്ന് അതാണ് നോക്കുന്നത്. ഐ എം സീന. വെൽക്കം ടു മൈ ചാനൽ. ശരീരത്തിന് ഉന്മേഷം നൽകുന്ന ഒരു ലളിതമായ ഹെർബൽ പാനീയമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. കിഡ്നി ക്ലെൻസ് എന്ന പേരിൽ പലതരം അവകാശവാദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? യഥാർത്ഥത്തിൽ നമ്മുടെ കിഡ്നികൾ സ്വയം രക്തം ഫിൽട്ടർ ചെയ്യുന്ന അത്ഭുതകരമായ അവയവങ്ങളാണ്. അതിനാൽ കിഡ്നിയുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന നല്ല ശീലങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ബെൽ ബട്ടൺ എനേബിൾ ചെയ്തും എന്നോട് കൂട്ടുകൂടി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യം 3 അല്ലി വെളുത്തുള്ളി എടുത്ത് നേർത്ത കഷ്ണങ്ങളാക്കി മുറിക്കുക. വെളുത്തുള്ളി അണുബാധകൾക്കും ബാക്ടീരിയകൾക്കും എതിരെ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. സമഗ്ര ചികിത്സാ രീതി അല്ലെങ്കിൽ ഹോളിസ്റ്റിക് മെഡിസിനിൽ ഇത് നമ്മുടെ ശരീരത്തിലുള്ള പാരസൈറ്റ്സിനെ നശിപ്പിക്കാനും ശരീരത്തിലെ ദോഷകരമായ ചൂട് കുറയ്ക്കാനും സഹായിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കുരുമുളക് മഞ്ഞളുടെ ഗുണങ്ങൾ കൂടുതൽ ഫലപ്രദമായി ശരീരത്തിന് ലഭിക്കാൻ സഹായിക്കുന്നുണ്ട്. തേൻ പ്രകൃതിദത്തമായ മധുരമാണ്. ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. തൊണ്ടയിലെ അസ്വസ്ഥത കുറയ്ക്കാനും ശരീരത്തിന് ഊർജ്ജം നൽകാനും സഹായിക്കുന്നുണ്ട്. ചില മുറിവുകളുടെ പരിചരണത്തിനും നമ്മൾ തേൻ ചിലപ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട്. മഞ്ഞൾപ്പൊടിയിൽ ക്യൂർക്യുമിൻ എന്ന ഘടകം ധാരാളമുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ശരീരത്തിലെ വീക്കം അഥവാ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നതിനോടൊപ്പം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. ദഹനത്തിന് തേൻ നല്ലതാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും മഞ്ഞൾപ്പൊടിയിൽ ഉണ്ട്. ആദ്യം ഒരു പാത്രത്തിൽ ആവശ്യമായ വെള്ളം ചേർക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1.5 കപ്പ് വെള്ളമാണ്. ഈ റെസിപ്പി തയ്യാറാക്കി കുടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ആശുപത്രിയുടെ പടി കയറേണ്ടി വരില്ല. സമഗ്ര ചികിത്സാ രീതികളിൽ അല്ലെങ്കിൽ ഹോളിസ്റ്റിക് മെഡിസിനിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി അറിയപ്പെടുന്ന ഒരു അറിവാണിത്. എന്നാൽ അമേരിക്കൻ ഡോക്ടർമാർ ഇത് നിങ്ങൾക്ക് സമ്മതിച്ചു തരില്ല കേട്ടോ. കാരണം നിങ്ങളുടെ രോഗങ്ങളിൽ നിന്നാണല്ലോ അവർ ലാഭം എടുക്കുന്നത്, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് തിളപ്പിക്കേണ്ടത്. നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ ഫിൽട്ടർ ചെയ്യുന്നതിൽ കിഡ്നികൾക്ക് വലിയ പങ്കുണ്ട്. കിഡ്നിയുടെ ആരോഗ്യം നിലനിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ടത് മതിയായ വെള്ളം കുടിക്കുന്നതും ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നതുമാണ്. ഇന്ന് തയ്യാറാക്കുന്ന ഈ പാനീയം ശരീരത്തിന് ഒരു സുഖകരമായ അനുഭവം നൽകുന്ന ലളിതമായ ഒരു ഹെർബൽ ടീ ആണ്. ശ്രദ്ധിച്ചു കേൾക്കൂ. ഈ ഒറ്റമൂലി വൃക്കകളെ ശുദ്ധീകരിക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് കുറച്ച് സെക്കൻഡ്സ്, അതായത് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ വെളുത്തുള്ളിയിലെ ആ ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിലോട്ടൊന്ന് ഇറങ്ങട്ടെ. അതുപോലെ ഇത് ശ്വാസകോശം വൃത്തിയാക്കാനും ആമാശയത്തിലെ വിഷാംശങ്ങൾ നീക്കാനും ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു ഒറ്റമൂലിയാണ്. നിങ്ങൾ ഇതിൻ്റെ മുകളിൽ എൻ്റെ ലിങ്ക് seenasfoodbasket.com എന്ന ലിങ്ക് കണ്ടിരിക്കും. അത് ഫുഡ് റെസിപ്പീസിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ തുടങ്ങിയൊരു വെബ്സൈറ്റാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തുടങ്ങിയതാണ്. അത് ആ ലിങ്ക് മുകളിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ പലരും കണ്ടു കാണും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് അതിൽ ഫുഡ് റെസിപ്പീസ് ആഡ് ചെയ്തിരിക്കുന്നത്. കുക്കിംഗ് ടിപ്സും ഡൂസ് ആൻഡ് ഡോൺസും എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കയറി കാണാവുന്നതാണ്. നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. വെളുത്തുള്ളി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നുള്ള കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. വീണ്ടും നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ മിശ്രിതം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഒരു 10 മിനിറ്റ് തിളപ്പിക്കേണ്ടത്. വീണ്ടും നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് കുറച്ചും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ മഞ്ഞളിൻ്റെയും കുരുമുളകിൻ്റെയും ഗുണങ്ങൾ അതിനോടുകൂടി ഒന്ന് ചേരട്ടെ. നിങ്ങൾക്കല്ലാതെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കിതൊരു അരിപ്പയിലൂടെ അരച്ചെടുക്കണം. ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് സ്റ്റൗവിൽ നിന്ന് മാറ്റി നമുക്കൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമ്മുടെ മിശ്രിതം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കപ്പിലേക്ക് മാറ്റി രാവിലെ വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ്. നിങ്ങളൊരു 2 ആഴ്ച ഇതൊന്ന് കുടിച്ച് നോക്കും. എന്നിട്ട് ശരീരത്തിലെ ചൂടും അതുപോലെ പല ഗുണങ്ങളും നിങ്ങൾക്ക്
അനുഭവപ്പെടുന്നുണ്ടോ എന്ന് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. നല്ല ഓറഞ്ച് ജ്യൂസ് പോലെ ഇരിക്കുന്ന നമ്മുടെ കിഡ്നി ക്ലെൻസ് മിശ്രിതം ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കുടിക്കാം, ഇല്ലെങ്കിൽ ആവശ്യക്കാർക്ക് ഒരു ടീസ്പൂൺ തേൻ ചേർത്തും നല്ലതുപോലെ മിക്സ് ചെയ്തും കുടിക്കാവുന്നതാണ്. അപ്പോൾ സീന സൈനിങ് ഓഫ്. Thanks for watching. See you in the next video. Bye bye. Take care. Bye.